ലതീഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു ദൃശ്യം മോഡൽ കൊലപാതകം എന്നാണ് അതിനെ ആദ്യം വിശേഷിപ്പിച്ച് കണ്ടത്. ഇപ്പോൾ ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മനു, കേരള പോലീസ് നടത്തിയ ഏറ്റവും ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഹേമചന്ദ്രൻ്റെ കൊലപാതകം തെളിഞ്ഞിരിക്കുന്നതെന്നാണ് ആദ്യം പറയേണ്ടത്. കാരണം ദൃശ്യം മോഡൽ എന്ന് മനു സൂചിപ്പിച്ച പോലെ തന്നെ കൊന്ന് വനത്തിനുള്ളിൽ, അതുതന്നെ വനാതിർത്തിയിൽ, കേരളത്തിന് പുറത്താണ്, തമിഴ്നാട് അതിർത്തിയിലാണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. കഴിഞ്ഞ മാർച്ചിലാണ് കൊലപാതകം നടന്നത്. തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടയിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം പോലീസ് നൽകേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ കുഴിയെടുത്ത് കുഴിച്ചു മൂടുന്നു. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഹേമചന്ദ്രനെ കോഴിക്കോട് മായനാട് നിന്ന് ഇവർ തട്ടിക്കൊണ്ടുപോകുന്നത്. 3 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മുഖ്യപ്രതി നൌഷാദ് വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ജ്യോതിഷ്, അജേഷ് എന്നിവർ പോലീസിൻ്റെ പിടിയിലാണ് നിലവിൽ. എന്തായാലും ഇവർ നടത്തിയ കൊലപാതകം എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകുന്നു. ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയ ശേഷം ഇദ്ദേഹത്തിൻ്റെ ഫോൺ 3-4 ദിവസം ഇവർ ഉപയോഗിക്കുന്നു. അതായത് ഹേമചന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനായി ഇവർ കർണാടകയിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുമായി പല സ്ഥലത്തും ഈ ഫോണുമായി സഞ്ചരിക്കുന്നു. ആ നിലയിൽ കുടുംബാംഗങ്ങളുമായി ഒക്കെ സംസാരിക്കുന്ന നില വരെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹേമചന്ദ്രൻ്റെ തിരോധാനം, അല്ലെങ്കിൽ ഹേമചന്ദ്രനെ കാണാതായ പരാതി ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് ഏപ്രിൽ 1-നാണ്. ആ ഏപ്രിൽ 1 കൊടുത്ത ശേഷവും ഈ ഫോണ് ഉപയോഗിക്കുന്നത് ഒരു വിഷയം ബന്ധപ്പെട്ട് വീട്ടുകാർ മൊഴി നൽകുകയോടെ ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ്, അല്ലെങ്കിൽ ഇദ്ദേഹം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ആ നിലയിലാണ് വീട്ടുകാർ അറിഞ്ഞത്. എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ രേഖകൾ പോലീസ് പരിശോധിക്കുന്നത്. അതിൽ നിന്നാണ് പോലീസിന് തുമ്പ് ലഭിക്കുന്നത്. അതിൽ നിന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. ആ പ്രതികളുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് രഹസ്യമായി തന്നെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാരണം മൃതദേഹം ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും മാറ്റാനുള്ള സാധ്യത പോലും പോലീസ് കണ്ടിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇന്നലെ മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. മൃതദേഹം പുറത്തെടുക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് ഏറ്റവും അവസാനം പോലീസ് മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മൃതദേഹം ഇന്നലെ പുറത്തെടുത്തു. ഊട്ടി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്ക് ഇനി മൃതദേഹം കൈമാറണമെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമം എന്നുള്ള നിലയിൽ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് DNA സാമ്പിൾ, മൃതദേഹത്തിൽ നിന്നും DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. അമ്മയുടെ DNA സാമ്പിൾ എടുത്ത് പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. മനു, ഒരു കാര്യം കൂടി, ഹേമചന്ദ്രന്റെ മൃതദേഹമാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അത് സയന്റിഫിക്കായി സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് DNA പരിശോധന ഇന്ന് തന്നെ നടക്കുമോ? ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് വരുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ എന്താണ്? DNA പരിശോധന ഇന്ന് തന്നെ വരും. വൈകാതെ തന്നെ റിസൾട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് ഹേമചന്ദ്രനാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു സ്ഥിരീകരണമുണ്ട്. എങ്കിലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന ഫലം കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ളൊരു നടപടിക്രമമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മനു, മാർച്ചിൽ തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഉൾവനത്തിലാണ് മൃതദേഹം കുഴിച്ചു മൂടിയത്. അവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്, അതായത് മൃതദേഹം അഴുകിയിട്ടില്ല എന്നുള്ള നിലയിലാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. ആ ഗുരുതരമായ പരിക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഊട്ടി മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മനു.